ഹലോ ഫ്രണ്ട്സ്, ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിപ്പുളിയാണ്. അതിനുവേണ്ടി 2 സവാള, 1 പച്ചമുളക് എന്നിവയാണ് എടുത്തിരിക്കുന്നത്. സവാള നല്ല രീതിയിൽ കൊത്തി അരിഞ്ഞിട്ടുണ്ട്. അതേപോലെ പിഴുപുളി എടുത്തിട്ടുണ്ട്. വെള്ളത്തിലിട്ട് നേരത്തെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. ഇതിന് ശേഷം ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായി ഇളക്കുക. ഇതൊന്ന് വഴന്നു വന്നതിന് ശേഷം മാത്രം മസാലകളൊക്കെ ഇട്ട് കൊടുക്കുക. ഇപ്പം വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ അര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇവിടെ മുളക് പൊടിക്ക് എരിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്ര ഇട്ടത്. അല്ലെങ്കിൽ കുറച്ചിട്ടാലും മതി. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ചൂട് ചാറ് വേണ്ടവർക്ക് വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇച്ചിരൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളിപ്പുളി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്ന ഒരു കറിയാണ്. എല്ലാവരും യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണേ.